ഗൈസ് ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിനും അതേപോലെ തന്നെ കേസ് നമ്മുടെ ഷിൻജാനും കൂടെ എന്തായാലും കേസ് ഒരു പുതിയൊരു കിഡിലെ വീട് കണക്ക് എന്തായാലും വാങ്ങാനായിട്ട് എന്തായാലും പോവുകയാണ് കേട്ടാ. ഓക്കെ ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കപ്പോൾ പുതിയ വീട് വാങ്ങിയാൽ പോയാലോ? ആടാ ഷിൻജാനെ, നമ്മുടെ ഈ ഒരു വീടിപ്പോൾ പഴയതേ, നമ്മൾ കുറേ കാലം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുകയാണ്. നമുക്കങ്ങ് ഒരു പുതിയൊരു അടിപൊളി വീടങ്ങ് വാങ്ങിക്കാം. അതൊരു അടിപൊളി ഒരു കിടുക്കാച്ച് വീട്. ആ ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മുടെ ജുറാസിക് പാർക്കിലല്ലേ, ജുറാസിക് പാർക്കില് ജുറാസിക് പാർക്കിൽ കണക്കിയല്ലേ ഒരു അടിപൊളി ഒരു വീടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടാ. ആ ഒരു വീട്ടിൽ കണക്കെ എന്തായാലും നോക്കുന്നാലും വാങ്ങിക്കാം. എടാ ഷിൻജാനെ, ജുറാസിക് പാർക്കിലുള്ള വീടൊന്നും വാങ്ങിക്കണം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലുള്ള വീടൊക്കെ മതി. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, അത് സൂപ്പർ വീടാണ്. അതൊരു ഗോസ്റ്റിന്റെ മോഡൽ ഹൗസാണ്, മറ്റൊരു ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലത്തെ ഒരു വീടാണ്. എടാ ഷിൻജാനെ, അങ്ങനത്തെ വീടൊക്കെ വേണോ? വേണം ഫ്രാങ്ക്ലി ചേട്ടാ, എന്നാലേ 4 ആൾക്കാരൊക്കെ നോക്കോ നമ്മുടെ വീട്. എന്നാ ശരി, എന്നാ നോക്കുന്നാലും ആ വീട് തന്നെ അങ്ങ് വാങ്ങിച്ചോളെ. അല്ല, ആ വീടിന് എത്ര രൂപയാവും? അതൊന്നും എനിക്കറിയണ്ട, അത് അതിൻ്റെ ഓണറിൻ്റെ അവിടെ വിളിച്ച് ചോദിച്ചാൽ മതി. അവിടെ പിന്നെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ആടെ ഷിൻജാനെ, നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ് ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളതിൽ ജുറാസിക് പാർക്കിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇതാണ് ഗൈസ് നമ്മുടെ ഷിൻജാനെ എന്നൊക്കെ പറഞ്ഞ വീട്. എവിടെയാണ് ഷിൻജാനെ? ഫ്രാങ്ക്ലി ചേട്ടാ എൻ്റെ അകത്തായിട്ടാണ് ആ വീടിരിക്കണേ. ആടെ ഷിൻജാനെ, നോക്കുന്നാലും നോക്കി നോക്കാം, വീട് കൊള്ളാമെങ്കിൽ വാങ്ങിക്കാം. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലി ചേട്ടാ, സീന് വീടാണ്, ഞാൻ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കണ്ടാണ്. നമുക്കെന്തായാലും ആ വീട് വാങ്ങിക്കാം, സീന് വീടാണ്. അവിടെ പിന്നെ കുറച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ നമുക്ക് എന്തായാലും എടുത്തിട്ട് ഈ വീടിൻ്റെ ഒറിജിനൽ ഓണറിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ വീട് വാങ്ങിക്കാം. എടാ ഷിൻജാനെ, ഡൈനോസറൊക്കെ നമ്മൾ അറ്റാക്കില്ലേ? ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ, ഈ ഫ്രണ്ട് ഏരിയയിലൊന്നും ഒരു ഡൈനോസർ വരില്ല. മെയിനായിട്ടുള്ള അകത്തോട്ടൊക്കെ ഡൈനോസറുള്ളൂ. അതും ശരിയാണ്. എന്നാലും വാങ്ങിക്കാം. എടാ ഷിൻജാനെ, ഇത് മാളിക പോലത്തെ ഒരു അടിപൊളി വീടാണല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, അതെല്ലാം എത്രയും നേരമായിട്ട് പറഞ്ഞേ, ഇതൊരു സീന് വീടാണ്. ഈ വീട് അതേപോലെ തന്നെ ഒരു അടിപൊളി ഒരു വീടാണ്. ഈ വീട് വാങ്ങിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കാണെങ്കിൽ 2 കാറും കൂടെ കിട്ടും. ഇപ്പം നമുക്ക് നല്ല കാറൊന്നും തന്നെ കിട്ടത്തില്ല. ഇതിപ്പോൾ വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കണ. ഈ വീട് വാങ്ങിയാണെങ്കിൽ നമുക്ക് 2 കാറ് കിട്ടും. അതേതാ കാറ്? ഒന്നെന്ന് വെച്ചാൽ ഒരു ഫോർഡ് മസ്താങ്കോ, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ സ്കോർപ്പിയോ എന്നില്ലേ, അതും കൂടെ കിട്ടും. അതും ബ്ലാക്ക് കളറ്. ആടെ ഷിൻജാനെ, എന്നാൽ നമുക്കെന്നാലും ഈ വീട് തന്നെ വാങ്ങിച്ചോളെ. പക്ഷെ എൻ്റെ പൊന്നെ കേസ്, നൈസൊരു വീടാണ് കേട്ടാ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഡിഫൻഡർ നമുക്കെന്നാലും പാർക്ക് ചെയ്യാം. എടാ, ഇത് നമ്മുടെ മറ്റേ ഗ്രാനി ഇല്ലേ, ഗ്രാനി, ഇത് മറ്റേ ഗ്രാനി 3ലുള്ള വീട് പോലെയാണ് ഇരിക്കണം. ഫ്രാങ്ക്ലി ചേട്ടാ, അതേ ഒരു സെയിം ഡിസൈനാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ. ഇത് ശരിക്കും ഗ്രാനിയുടെ വീട് പോലെ തന്നെയാണ്, അതേപോലെയാണ് ഉണ്ടാക്കിയേക്കണെന്ന് വെച്ചാൽ. ആടെ ഷിൻജാനെ, കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടാ. അതേ ഷേപ്പ്, അതേ ഡിസൈൻ, മതിലും ഇതേപോലെ തന്നെ ഇരിക്കണം. നല്ല സ്ഥലമുണ്ട് കേട്ടോ ഈ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. നമുക്കെന്നാലും ഈ വീട് തന്നെ വാങ്ങിക്കാം. ഇവിടെ പിന്നെ നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കാണെങ്കിൽ ഈ ഗേറ്റ് അടച്ചിട്ട് ഇവിടെ അഥവാ ഡൈനോസർ വന്നാൽ ഒരു പ്രശ്നം തന്നെയല്ലേ. ഈ ഒരു വീടിന് വെച്ചിട്ട് വലിയൊരു ഇലക്ട്രിക് ഷോക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും മനുഷ്യന്മാർ കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു മൃഗം നമ്മുടെ വീടിൻ്റെ അകത്ത് കയറാൻ നോക്കി ആ മൃഗം അപ്പം തന്നെ ചത്തുപോകും. കാരണം വെച്ചാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഷോക്കുകളൊക്കെയാണ് ഈ വീട് ചുറ്റി ഫുള്ളായിട്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് ആർക്കും നമ്മുടെ വീട്ടിൽ കയറാൻ പറ്റില്ല. ആടെ ഷിൻജാനെ, അതെന്തായാലും ഇപ്പോൾ കൊള്ളാം കേട്ടാ. വീടിൻ്റെ മുകളിൽ വരെ ഉള്ളു, കാരണം നല്ല ഹൈറ്റുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ. അഥവാ വന്നാലും ഒരു കുഴപ്പമില്ല, അപ്പം തന്നെ അത് ചത്തുപോകും. വലിയൊരു ഇലക്ട്രിക് ഷോക്കാണ്. മനുഷ്യനെ അടിക്കില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാ മൃഗങ്ങളൊക്കെ അടിക്കും. വലിയ മൃഗങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൂച്ച, പട്ടി അങ്ങനത്തെ മൃഗങ്ങളൊന്നും അടിക്കില്ല. പാമ്പ്, അതേപോലെ തന്നെ ഈ ആന, അതേപോലെ തന്നെ കാള, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ വന്ന് തട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ചത്തുപോകും. അത്രയ്ക്ക് പവർഫുൾ ഷോക്കാണ്. ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കെന്നാലും വീട് വിസിറ്റ് ചെയ്യാം. ഇത് പിന്നെ ഒരു അടിപൊളി വീടാണ് കേട്ടാ. ഈ വീടിനാണെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ഡോറില്ല. ഈ വീടിന് അകത്തെവിടെ ആയിട്ടാണ് ഡോറുള്ള. എടാ ഷിൻജാനെ, ഈ വീട് എടുക്കണോ? ഈ വീടിന് ഡോറില്ലല്ലോ. അത് ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് പിന്നെ എപ്പോഴും ഡോറെല്ലാം വെച്ചാൽ പോരെ, എന്തിനിങ്ങനെ പേടിക്കണ? ഇത്ര ഇലക്ട്രിക് ഷോക്കുള്ള ഫുൾ സെക്യൂരിറ്റി സെറ്റപ്പ് ഉള്ള ഒരു വീടല്ലേ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീട് ഫുള്ള് വിസിറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ടുണ്ട് ഒരു അടിപൊളി ടേബിളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടുണ്ട് ചെറിയൊരു മേശ പോലെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു അടിപൊളി റൂമുണ്ട്. മൊത്തം ഈ വീട്ടിൽ 4-5 റൂമുണ്ട്. ഇവിടെ ആയിട്ട് പിന്നെ ഒരു അടിപൊളി ഒരു ടേബിളും പിന്നെ ഇവിടെ ആയിട്ട് കുറേ കബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീടിനാണ് ഒരു ബേസ്മെൻറ്റ് കണക്ക് ഉണ്ട്. പക്ഷെ അതിപ്പോൾ എന്തായാലും തുറന്നിട്ടിട്ടില്ല, അതെന്തായാലും പിന്നെ കാണിക്കുന്നുണ്ട്. ഒരു അടിപൊളി ഒരു ബേസ്മെൻറ്റ് കണക്കാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു അടിപൊളി വലിയൊരു കിച്ചണാണ്. നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഇട്ട് ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ പിന്നെ കബോർഡ് വരുന്നുണ്ട്. നമ്മുടെ ഗ്രാനിയുടെ വീടില്ല, അതേ സെയിം വീട് തന്നെയാണ്. സൂപ്പർ വീടാണ്. ആടെ ഷിൻജാനെ, എൻ്റെ പൊന്നെ, ഇവിടെ പാനൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, നൈസ് വീടല്ലേ. ആടെ ഷിൻജാനെ, നല്ല രസമുണ്ട് കേട്ടോ ഈ വീട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വീടിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങളൊക്കെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ നേരെ എന്നാലും അങ്ങോട്ടോ. ഈ വീട് മൊത്തം എല്ലാം കൂടെ 2nd ഫ്ലോർ വരെ ഉണ്ട്. ഇപ്പോൾ കണ്ടത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് 1st ഫ്ലോർ, ഇനി ഒരു 2nd ഫ്ലോറും കൂടെ ഉണ്ട്. ആടെ ഷിൻജാനെ,
ഇതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഷോർട്സിൽ കണ്ടതാണ്. പക്ഷെ എൻ്റെ പൊന്നെ ഒരു അടിപൊളി ബെഡ്റൂം. അതേപോലെ തന്നെ ഈ വീടാണെങ്കിൽ സൂപ്പർ വീടാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ട് ഇവിടെ ആയിട്ടുണ്ട് ഒരു അടിപൊളി ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഈ വീടിനാണെങ്കിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ വീടിനായിട്ടുണ്ട് ഇവിടെ ആയിട്ടുണ്ട് ഒരു ചിമ്മിനി, അതേപോലെ തന്നെ 2-3 കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. ആടെ ഷിഞ്ചാൻ അപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഈസിയായിട്ട് അങ്ങ് തങ്ങാല്ലേ. ആ ഫ്രാങ്കിൽ ചേട്ടാ ഈ വീടിൻ്റെ കിച്ചൺ അടിയിലാണെങ്കിലും നമുക്കുണ്ട് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ആയിട്ടുണ്ട് ചെറിയൊരു ലിഫ്റ്റ് പോലത്തെ സംഭവമുണ്ട് കിച്ചണിൽ നിന്ന് ഈസിയായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആടാ ഇനി പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മേളത്തെ റൂമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. പിന്നെ ഇവിടെ ആയിട്ടൊരു പിയാനോ ഉണ്ട്. ഇത് സത്യത്തിലൊരു അടിപൊളി ഒരു വീടാണ്. കാണുമ്പോൾ ഒരു പഴയ വീട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പുതിയ വീടാണെന്ന് വെച്ചാൽ. പിന്നെ ഇവിടെ ആയിട്ട് റൂമുണ്ട്. ഈ വീടിന് 4-5 റൂമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ഫുൾ ചിമ്മിനിയൊക്കെ ഉണ്ട്. എത്ര തണുപ്പ് വന്നാലും എല്ലാത്തിനും അടിച്ചോടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി വീടാണ്. ആടാ പിന്നെ ഇവിടെ ആയിട്ടുണ്ട് ചെറിയൊരു റൂം പോലെയാണ്. ഇവിടെ എന്താണ് ചെയ്യാൻ. പിന്നെ ഇവിടെ ആയിട്ട് കണ്ട ചെറുതായിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ കൂടെ വീഴാൻ തന്നെ ഇല്ല. ഇവിടെ നല്ലൊരു പവർഫുൾ ഗ്ലാസ് ഇട്ടുണ്ട്. സത്യത്തിലൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ട ഒരു അടിപൊളി ഒരു ചെറിയ റൂം പോലെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ റൂമുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ചെറിയൊരു ഏതാണ് വീൽ ചെയർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അത് വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചിട്ടുള്ളത്. അതിപ്പോൾ കൊള്ളാം കേട്ടോ. ഈ വീട്ടിലോട്ട് വീൽ ചെയറൊക്കെ കിട്ടുമോ. അതുപോലെ തന്നെ ഉണ്ട് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല നൈസ് വീടാണ് കേട്ടോ. നമ്മുടെ ഒരു വീടിൻ്റെ വെളിയിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ വലിയൊരു ഗേറ്റുണ്ട്, ഒരു 7-8 മരങ്ങളുണ്ട്. അല്ലടാ ഷിൻചാൻ ഇതെന്താ ബാക്കിൽ കണ്ട്, ഇതെന്താണ് ഷെഡാ? ഓ ഫ്രാങ്ക്ലി ചേട്ടാ സാധനങ്ങളൊക്കെ ഉള്ള ഷെഡ്. അല്ലടാ ഷിൻചാൻ ഇതെന്തൊരു സാധനം? അത് തന്നെ ഫ്രാങ്ക്ലി ചേട്ടാ അത് പിന്നെ തേങ്ങയും കരിക്കൊക്കെ വെട്ടാനുള്ള സാധനം. ഓ അങ്ങനെ ഞാൻ ചാരുടെയെങ്കിലും തല വെട്ടാനുള്ള സാധനം വേണമെങ്കിൽ തലയും വെട്ടാം. ആ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വെളിയിലുള്ളതെന്ന് വെച്ചാൽ കേട്ടാ. അകത്തും അതേപോലെയൊക്കെ തന്നെ. ഓക്കെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ വീടങ്ങ് സെറ്റാക്കാൻ കഴിച്ചത് ഇതൊരു നൈസൊരു വീടാണ്. ഓക്കെ സാധാരണ ഒരു വീടിനെ കാലത്തും പ്രൊട്ടക്ഷൻ ഈ വീടിനുണ്ട്. ഓക്കെ നമുക്കപ്പോൾ ഈ ഒരു വീട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ അങ്ങനെ ഗൈസ് ഫൈനലി ഗൈസ് അങ്ങനെ ഈ ഒരു വീടുകളൊക്കെ ഫൈനലി അങ്ങനെ പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. ഈ വീട് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഈ വീടിനോട് കിട്ടുന്ന 2 വണ്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ വീട് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ എന്താ 2 വണ്ടി കിട്ടി. ഓക്കെ നമ്മളെന്തായാലും ഈ ഒരു വീട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസൊരു വീടാണ്, നല്ല ഇതുണ്ട്. ഓക്കെ സാധാരണ ഒരു വീടിനേക്കാളും നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ എന്ത് വന്നാലും. ഓക്കെ കള്ളന്മാർ കയറിയ പോലെ ഒരു കുഴപ്പമില്ല ഗൈസ്. കാരണം വെച്ചാൽ തല ഇറക്കാനുള്ള സാധനം വരെ ബാക്കിലുണ്ട് ഗൈസ്. ഓക്കെ അത് മാത്രമല്ല നമ്മുടെ ഡിഫൻഡർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ നമുക്ക് കിട്ടിയ 2 വണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു സ്കോർപ്പിയോ എന്നെ അതേപോലെ തന്നെ ഫോർഡ് മസ്താങ് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാം കൂടെ കോംബോ ഒരു സെറ്റ് പോലെയാണ്. ഓക്കെ എടാ ഷിൻചാൻ എങ്ങനെ ഉണ്ടാ വീട്? ഫ്രാങ്ക്ലി ചേട്ടാ വീട് കൊള്ളാം. ഓക്കെ അപ്പം ശരി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത മാസം എന്തായാലും പുതിയ വീട് വാങ്ങിക്കാം കേട്ടാ. ശരി എന്നാൽ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യമല്ലോ. ഓക്കെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സെക്കൻഡ് ചാനൽ നല്ല സബ്സ്ക്രൈബും നല്ല ചെയ്യുക. അതേപോലെ നമ്മുടെ മെയിൻ ചാനലിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ചാനൽ ലിങ്ക് നല്ലൊക്കെ ഗൈസ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഗൈസ് എല്ലാ വീഡിയോയുടെ താഴെയും കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് നല്ല ചെയ്യുക ഗൈസ് നമ്മുടെ സെക്കൻഡ് ചാനൽ ഫസ്റ്റ് ചാനൽ. ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.